എല്ലാവർക്കും സിറിയക് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സുറിയാനി അക്ഷരമാലയിലെ 14 അക്ഷരങ്ങളാണ് നമ്മൾ സ്വായത്തമാക്കിയത്. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ആലബ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ, ഖേസ്, തേസ്, യോദ്, കാപ്പ്. കാപ്പിന് 2 എൻഡ് ഫോമുകളുണ്ട്. ഒരു വാക്കിന്റെ എൻഡിൽ ഈ അക്ഷരം വരുമ്പോൾ അത് ഇത്തരത്തിൽ കാണപ്പെടും. അതെന്തുകൊണ്ടാണ് ഈ 2 എൻഡ് രൂപങ്ങളെന്ന് നമുക്ക് പിന്നീട് വിശദമായിട്ട് മനസ്സിലാക്കാം. കാപ്പ് കഴിഞ്ഞാൽ ലാമദ്, മിം, മിമ്മിനും ഒരു എൻഡ് ഫോമുണ്ട്. നൂൻ, നൂനിനും 2 എൻഡ് ഫോമുകളുണ്ട്. ഇങ്ങനെ 14 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്കിനി 15ാമത്തെ അക്ഷരം പഠിക്കാം. 15ാമത്തെ അക്ഷരത്തിന്റെ പേര് സെമക്കസ് എന്നാണ്. സെമക്കസ്, സെമക്കസ്. സെമക്കസ്. നമ്മൾ എല്ലാ അക്ഷരങ്ങളും ആരംഭിക്കുന്നത് ഈ 4 ലൈനിന്റെ അടിയിൽ നിന്ന് ഈ രണ്ടാമതുള്ള ഈ ലൈനിൽ നിന്നാണ്. ഈ ലൈനിൽ നിന്നാണ് നമ്മൾ ഈ അക്ഷരവും ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് ആരംഭിച്ച് മുകളിലേക്ക് വന്ന് അല്പം വളച്ച് നിർത്തുന്നു. വീണ്ടും അതിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങി അല്പം മുകളിലേക്ക് പോയി ഇതിലേക്ക് വന്ന് ഇവിടെ വന്ന് അവസാനിക്കും. ഇങ്ങനെയാണ് സെമക്കസ് എന്ന് പറയുന്ന അക്ഷരം എഴുതുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ഇവിടെ നിന്ന് താഴെ നിന്ന് രണ്ടാമത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുക. ഇവിടെ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോയി ഇവിടെ അല്പം വളച്ചു നിർത്തി വീണ്ടും ഇവിടെ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോയി ഇങ്ങനെ ഇവിടെ വന്ന് അവസാനിക്കും. സെമക്കസ്. ഇതിന്റെ സ്വരം മലയാളത്തിലെ സ് എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ എസ് എന്നുള്ള അക്ഷരമാണ് അതിന്റെ ഉച്ചാരണമായിട്ട് കൊടുക്കുന്നത്. സ് എന്നാണ് അതിന്റെ ഉച്ചാരണം. നമ്മൾ പറഞ്ഞു എല്ലാ അക്ഷരത്തിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ കൂടിയുണ്ട്. ഈ അക്ഷരങ്ങൾക്കെല്ലാം ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ കൊടുത്തിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ന് ശേഷം വരുന്നത് പിന്നെ 10കളായിട്ടാണ് നമ്മൾ കരുതുന്നത്. 20, 30, 40, 50. അങ്ങനെയാണെങ്കിൽ സെമക്കസിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 60 എന്നുള്ളതാണ്. 60. ഈ സെമക്കസ് 2 ലൈനിന്റെ ഉള്ളിൽ ഏതാണ്ട് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു മീഡിയം സൈസ് അക്ഷരമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. വലിയ ലിപ്പമില്ല. ഇതൊരല്പം മുകളിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഒത്തിരി മുകളിലോട്ട് പോകുന്നില്ല. ദ സെമക്കസ് ഒരു മീഡിയം സൈസ് ലെറ്റർ ആണ്. അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത അക്ഷരത്തിന്റെ പേര് എ എന്നാണ്. എ. ഈ അക്ഷരവും ഈ 3ാമത്തെ ലൈനിൽ നിന്നാണ് ആരംഭിക്കുക. ഈ ലൈനിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോയി ഈ ലൈൻ ക്രോസ് ചെയ്ത് മുകളിൽ നിൽക്കുന്നു. വീണ്ടും ഇവിടെ നിന്ന് താഴേക്ക് തുടങ്ങി ഇടതുവശത്തേക്ക് വന്ന് ഇവിടെ അവസാനിക്കുന്നു.
അപ്പൊ ഇവിടെ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ വന്ന് അവസാനിക്കുന്നു. ഒന്നുകൂടി എഴുതാം. ഈ മൂന്നാമത്തെ ലൈനിൽ നിന്ന് ഇടതുവശത്തേക്ക് വന്ന് മുകളിലേക്ക് പോകുന്നു, ഈ ലൈൻ ക്രോസ് ചെയ്ത് നിൽക്കുന്നു, വീണ്ടും ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ വന്ന് അവസാനിക്കും. എ എന്നാണ് ഈ അക്ഷരത്തിന്റെ പേര്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ആലപ്പിന്റെ പ്രൊനൗൺസിയേഷൻ പോലെ സ്വന്തമായിട്ട് അതിനൊരു പ്രൊനൗൺസിയേഷൻ ഇല്ല. ഏത് വവ്വൽ കൊടുക്കുന്നോ ആ പ്രൊനൗൺസിയേഷൻ ആണ് ഇതിനുള്ളത്. ഇത് ഒരു ഗട്ടറൽ സൗണ്ട് ആണ്, തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന സ്വരമായതുകൊണ്ട് അത്തരത്തിൽ വേണം അതിന്റെ ഉച്ചരിക്കുവാൻ. നമുക്ക് എന്ന് എഴുതാം. ഇംഗ്ലീഷില് നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ ആയിട്ട് ഇ എന്നുള്ള അക്ഷരം കൊടുക്കാം. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. 70. ഇതിനെ ഒരു ബിഗ് സൈസ് ലെറ്റർ ആയിട്ട് ആണ് പരിഗണിക്കുക. ഇത് ഈ ലൈൻ കവർ ചെയ്ത് പോകുന്നുള്ളത് കൊണ്ടാണ്. അടുത്ത അക്ഷരത്തിന്റെ പേര് പേ എന്നാണ്. പേ. ഇംഗ്ലീഷിലെ പിയുടെ സ്ഥാനത്താണ് അക്ഷരം നിൽക്കുന്നത്, അതുകൊണ്ടാണ് അതിന് പേ എന്നുള്ള പേര് വന്നത്. ഇംഗ്ലീഷിലെ പി ഏതാണ്ട് തിരിച്ചിടുന്നത് പോലെയാണ് ഇത് എഴുതുക. ഈ അക്ഷരവും എഴുതുന്നത് ഈ മൂന്നാമത്തെ ലൈനിൽ നിന്നാണ്. ഈ മൂന്നാമത്തെ ലൈനിൽ ആരംഭിച്ച് ഈ ലൈൻ ക്രോസ് ചെയ്ത് അതിന്റെ തല അതിന് മുകളിലായിട്ട് വരുന്നു. പിന്നെ ഇവിടെ താഴെ നിന്ന് ഇടതുവശത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. ഒന്നുകൂടി എഴുതി കാണിക്കാൻ. ഇവിടെ നിന്ന് ആരംഭിച്ച് ഈ ലൈനിന്റെ മുകളിൽ കൊണ്ടുവന്നതിന്റെ തല നമ്മൾ അവിടെ വരയ്ക്കുന്നു. വീണ്ടും ഇവിടെ നിന്ന് ഇടതുവശത്തേക്ക് വന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് പേ എന്ന് പറയുന്ന അക്ഷരം. അതിന്റെ പ്രൊനൗൺസിയേഷൻ പ എന്നാണ്. ഇംഗ്ലീഷിലെ പി എന്നുള്ള അക്ഷരം നമുക്ക് പ്രൊനൗൺസിയേഷൻ ആയിട്ട് കൊടുക്കാം. ചില ഘട്ടങ്ങളിൽ ഈ അക്ഷരത്തിന് ഒരു സോഫ്റ്റ് പ്രൊനൗൺസിയേഷൻ കൂടി കൊടുക്കാറുണ്ട്. ഈസ്റ്റ് സിറിയക്കാര് ഇതിന് കൊടുക്കുന്ന സോഫ്റ്റ് പ്രൊനൗൺസിയേഷൻ വ എന്നാണ്. വെസ്റ്റ് സിറിയക്കാര് വ എന്നാണ് ഇതിന്റെ സോഫ്റ്റ് പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നതെങ്കിൽ ഈസ്റ്റ് സിറിയക്കിൽ ഇതിന്റെ സോഫ്റ്റ് പ്രൊനൗൺസിയേഷൻ വ എന്നാണ്. ഇംഗ്ലീഷിലെ വ എന്നുള്ള അക്ഷരം. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. 80. ഇതും ഒരു ബിഗ് സൈസ് ലെറ്റർ ആണ്. ഇനി അടുത്ത 18ാമത്തെ അക്ഷരത്തിലേക്ക് നമുക്ക് പോകാം. 18ാമത്തെ അക്ഷരത്തിന്റെ പേര് സാദേ എന്നാണ്. സാദേ. സാദേ. സാദേ എന്ന് പറയുന്ന അക്ഷരവും എഴുതുന്നത് ഈ മൂന്നാമത്തെ ലൈനിൽ നിന്നാണ്. മൂന്നാമത്തെ ലൈനിൽ മുകളിൽ ആരംഭിക്കുന്നു, താഴേക്കാണ് ഈ അക്ഷരം വരുന്നത്. താഴെ ഇവിടെ ഇത് ഇങ്ങനെ അവസാനിക്കുകയാണ്. ഒന്നുകൂടി എഴുതി കാണിക്കാം. ഈ ലൈനിൽ നിന്ന് ആരംഭിക്കുന്നു, താഴത്തെ ലൈനിലേക്ക് വന്ന് ഇവിടെ അവസാനിക്കും. ഈ അക്ഷരത്തിന്റെയും പ്രൊനൗൺസിയേഷൻ സ് എന്നാണ്. ഇംഗ്ലീഷില് എസ് കൂടുക. സ്. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 90 ആണ്. ഇത് ഒരു ബിഗ് സൈസ് ലെറ്റർ ആണ്. സാദേ. അപ്പോ ഇത് 18ാമത്തെ അക്ഷരമായിരുന്നു. അടുത്ത അക്ഷരം കോഫ് എന്നാണ്. അക്ഷരം അറിയപ്പെടുന്നത് കോഫ്. കോഫ്. ഈ അക്ഷരവും ഈ മൂന്നാമത്തെ ലൈനിൽ നിന്ന് ആരംഭിക്കുന്നു. ഈ അക്ഷരം ഒരു ചതുര രൂപത്തിലുള്ളതാണ്. ഇതിന്റെ നേരെ മുകളിലേക്ക് പോകുന്നു. മുകൾ വശം അല്പം ഒരു സ്ലോപ്പ് ഉണ്ട്. പിന്നീട് താഴേക്ക് വരുന്നു. വീണ്ടും ഇവിടെ നിന്ന് ഈ ലൈൻ ഇവിടെ അവസാനിക്കുന്നു. ഒന്നുകൂടി എഴുതി കാണിക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു,
മോള് വശം നമ്മൾ അല്പം സ്ലോപ്പായിട്ട് വരയ്ക്കുന്നു. വീണ്ടും താഴോട്ട് വരുന്നു. വീണ്ടും ഇവിടെ നിന്ന് ഇടതുവശത്തേക്ക് വന്ന് അവസാനിക്കുന്നു. ഈ അക്ഷരത്തിന്റെ പേര് കോപ്പ് എന്നാണ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഖ എന്നാണ്. ഇംഗ്ലീഷിലെ ക്യു എന്നുള്ള അക്ഷരം. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 100 90 കഴിഞ്ഞാൽ 100. ഇത് ഒരു മീഡിയം സൈസ് അക്ഷരമാണ്. കോ. ഇപ്പോൾ നമ്മൾ 5 അക്ഷരങ്ങൾ പഠിച്ചു. സമക്കസ്, യേ, പേ, സാദേ, കോ. അടുത്ത അക്ഷരത്തിന്റെ പേര് റേഷ് എന്നാണ്. റേഷ്, റേഷ്, റേഷ്. ഈ അക്ഷരം നമ്മൾ ആദ്യം പഠിച്ച ദാലത് എന്ന് പറയുന്ന അക്ഷരത്തോട് വളരെ സാമ്യമുള്ള അക്ഷരമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതുക. ദാലത് എഴുതിയതുപോലെ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു കർവ് അർത്ഥവൃത്താകൃതിയിൽ എഴുതുന്നു. ഇത് നമ്മൾ ഇവിടുന്ന് ഇടതുവശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ദാലതിന് നമ്മൾ താഴത്ത് ഒരു കുത്തു കൊടുത്തെങ്കിൽ ഈ റേഷിന് മുകളിൽ നമ്മളൊരു ഡോട്ട് ഇടും. ഒന്നുകൂടി എഴുതി കാണിക്കാം. നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് ഒരു അർത്ഥവൃത്താകൃതിയിൽ പോകുന്നു. ഇവിടെ നിന്ന് ഇതിന്റെ നേരെ താഴെ വരെ വന്ന് നിൽക്കുന്നു. മുകളിൽ ഒരു ചെറിയ ഡോട്ട് നമ്മൾ കൊടുക്കുന്നു. ഈ ഡോട്ട് ഇതിനോട് ചേർന്നാണ് ഇടുക. അതിന്റെ പേര് റേഷ് എന്നാണ്. അതിന്റെ ഉച്ചാരണം റ എന്നാണ്. ഇംഗ്ലീഷിൽ ആർ എന്നുള്ള അക്ഷരം കൊടുക്കാം. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. 200. ഇത് ഒരു മീഡിയം സൈസ് ലെറ്റർ ആണ്. റേഷ്. ഇനി അടുത്ത അക്ഷരത്തിന്റെ പേര് ഷീൻ എന്നാണ്. ഷീൻ, ഷീൻ. എസിന്റെ മുകളിൽ ഒരു ചെറിയ ചന്ദ്രക്കല പോലെ ഇട്ടു. അത് ഷ് എന്ന് ഉച്ചരിക്കാൻ വേണ്ടിയാണ്. ഷീ, ഷീ. ഈ അക്ഷരവും നമ്മൾ ഈ 2 ലൈനിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അക്ഷരമാണ്. അതും ഈ 3ാമത്തെ ലൈനിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ഈ മോൾ വശത്തായിട്ട് നിന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയ കേർവ് പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നിന്ന് ആരംഭിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് പോയി അവിടെ നിർത്തുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ചെറിയൊരു പാത്രത്തിന്റെ ഷേപ്പില് ഇവിടെ നിൽക്കുന്നു. വീണ്ടും ഇവിടെ നിന്ന് വന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ 2 ലൈനിന്റെ ഉള്ളിൽ ഇത് ഒതുങ്ങി നിൽക്കുന്ന അക്ഷരമാണ് ഷീൻ. ഇതിന്റെ ഉച്ചാരണം ഷ് എന്നുള്ളതാണ്. ഷ്. ഇംഗ്ലീഷിലെ എസ് ഒരു ചെറിയ ചന്ദ്രകല നമുക്കിട ഷ് എന്നുള്ള ഉച്ചാരണമാണ്. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 300 ആണ്. ഇതും ഒരു മീഡിയം സൈസ് ലെറ്റർ ആണ്. മീഡിയം സൈസ് ലെറ്റർ ആണ്. അവസാനത്തെ അക്ഷരത്തിന്റെ പേര് താവ് എന്നാണ്. താവ്, താവ്. ഈ അക്ഷരവും നമ്മൾ ഈ 3ാമത്തെ ലൈനിൽ നിന്ന് ആരംഭിക്കുന്നു. ഇത് ഈ ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ഇത് ഇവിടെ വന്ന് ഇവിടെയാണ് ഇത് അവസാനിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഒരു ഡയഗണലായിട്ട് പോയി വീണ്ടും ഇവിടെ വന്ന് അവസാനിക്കുക. മുകളിൽ മുട്ടുന്നില്ല, അല്പം താഴെയാണ്. ത. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ത എന്ന് ആണ്. ഇംഗ്ലീഷിലെ നമുക്ക് TH എന്ന് കൊടുക്കാം. ചില സന്ദർഭങ്ങളിൽ ഇതിന് സോഫ്റ്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അപ്പോൾ സ എന്ന് അത് ഉച്ചരിക്കും. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 400 ആണ്. ഇതൊരു ബിഗ് സൈസ് ലെറ്റർ ആണ്. ഇതുകൊണ്ട് നമ്മുടെ 22 അക്ഷരങ്ങളും നമ്മൾ പഠിച്ച് തീരുകയാണ്.
അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് നോക്കാം. സെമക്കസ്, അതിന്റെ ഉച്ചാരണം സ, ന്യൂമറിക്കൽ വാല്യൂ 60. എ, അതിന്റെ ഉച്ചാരണം എ, ന്യൂമറിക്കൽ വാല്യൂ 70. ഇതൊരു ബിഗ് സൈസ് ലെറ്റർ ആണ്. പേ, അതിന്റെ ഉച്ചാരണം പ, സോഫ്റ്റ് ആകുമ്പോ വ, അതൊരു ബിഗ് സൈസ് ലെറ്റർ ആണ്. സാദേ, അതിന്റെ ഉച്ചാരണം സ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 90, ബിഗ് സൈസ് ലെറ്റർ ആണ്. ഫോഫ്, അതിന്റെ ഉച്ചാരണം ഖ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 100, മീഡിയം സൈസ് ലെറ്റർ ആണ്. റേഷ്, അതിന്റെ ഉച്ചാരണം റ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 200 ആണ്, മീഡിയം സൈസ് ലെറ്റർ ആണ്. ജീം, ജീം, അതിന്റെ ഉച്ചാരണം ശ, ന്യൂമറിക്കൽ വാല്യൂ 300, മീഡിയം സൈസ് ലെറ്റർ ആണ്. താവ്, അതിന്റെ ഉച്ചാരണം ത, സ എന്നാകാം, ന്യൂമറിക്കൽ വാല്യൂ 400, അതൊരു ബിഗ് സൈസ് ലെറ്റർ ആണ്. അപ്പോൾ നമ്മൾ 22 അക്ഷരങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി അക്ഷരങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആലബ്, ബേസ്, ഗാമൽ, ദാലത്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോദ്, കാഫ്, ലാമത്, മീം, നൂൻ, സമകസ്, യേ, പേ, സാദേ, ഖോഫ്, റേഷ്, ഷീൻ, താ. 22 അക്ഷരങ്ങളും ഈ 4 ലൈനില് കൃത്യമായിട്ട് എഴുതി പഠിച്ച് നമുക്ക് ഹൃദിസ്ഥമാക്കാം. എല്ലാവർക്കും നന്ദി.